ദൂരദർശന്റെ ലോഗോയുടെ കളർ മാറിയത് വലിയ വിവാദമായിരുന്നു, ചർച്ചയായിരുന്നു എങ്കിൽ ഇപ്പോഴിതാ കൂടുതൽ അപ്ഡേറ്റ്സുകൾ ദൂരദർശനിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നു. ദൂരദർശൻ ഇനി മൂന്നാം മോദി മന്ത്രിസഭയുടെ കാലത്ത് ഒരു സാധാരണ ചാനലായിരിക്കില്ല. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റ് മന്ത്രാലയത്തിൻ്റെ കീഴിലും പ്രസാർ ഭാരതിയുടെ കീഴിലുമുള്ള പുതിയ അപ്ഡേറ്റ്സ് അനുസരിച്ച് 15 രാജ്യങ്ങളിൽ ബ്യൂറോകളുള്ള ഒരു വലിയ ബ്രാൻഡായിട്ട് ദൂരദർശൻ മാറുകയാണ്. ഒപ്പം തന്നെ 1000-ലധികം മാധ്യമ സ്ഥാപനങ്ങൾ കൂടി ജോയിൻ ചെയ്തുകൊണ്ട്, അതായത് എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ ഒരു പ്രധാനപ്പെട്ട ചാനലുണ്ടാകും. നാഷണൽ അല്ല, ഇൻ്റർനാഷണൽ വാർത്തകൾ ഉൾപ്പെടുന്ന ഒരു വലിയ ചാനലുണ്ടാകും. ഔദ്യോഗികമായി തന്നെയാണ് ദൂരദർശൻ ഉള്ളത് തന്നെയെങ്കിലും വലിയ രീതിയിൽ, അതായത് 15 രാജ്യങ്ങളിൽ ബ്യൂറോകൾ 1000-ലധികം മാധ്യമ സ്ഥാപനങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. അങ്ങനെ ഒരു ആഗോള ചാനലായി ദൂരദർശൻ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഒപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ഹബ്ബും കൂടി ദൂരദർശൻ തുടങ്ങുന്നു. സാധാരണ പൗരന്മാർക്ക് ആർക്കൈവ്സിലും മെറ്റീരിയൽസും മാധ്യമപ്രവേശനത്തിന് വേണ്ട ഒരു പോർട്ടൽ അതിൽ സജ്ജീകരിക്കുന്നുണ്ട്. വാർത്തകൾ സത്യമാണോ അല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടൊരു സംവിധാനവും ദൂരദർശൻ ഒരുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ദൂരദർശൻ ഒരു അടിമുടി മാറുകയാണ്. ലോഗോ മാത്രമല്ല മാറിയത്, ലോഗോയുടെ കളറും മാത്രമല്ല മാറിയത്, ഏതായാലും അടിമുടി ദൂരദർശൻ മാറുന്നു. എല്ലാ രാജ്യത്തും BBC പോലെ CNN പോലെ ദൂരദർശനും മാറുകയാണ് എന്നാണ് അർത്ഥം. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ദൂരദർശൻ്റെ കളർ മാറിയതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നവരോട് ഒരൊറ്റ കാര്യം മാത്രമാണ് പറയാനുള്ളത്. ആദ്യകാലങ്ങളിൽ ദൂരദർശൻ്റെ ലോഗോയുടെ കളർ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ പരിശോധിക്കുന്നത് നന്നായിരിക്കും. അന്ന് BJP ഇല്ല, സംഘപരിവാറില്ല, പകരം അന്നും കാവി തന്നെ ആയിരുന്നു കളർ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.